അപ്പൊ നമ്മുടെ PYQ സീരീസിലെ അടുത്ത എപ്പിസോഡാണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? നമ്പേഴ്സ് 1 to 10 ആർ റിട്ടൺ ഓൺ സ്ലിപ്സ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് ഇൻ എ ബോക്സ്. എന്താ അത് പറഞ്ഞാല്? എന്താ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യന്? 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ കടലാസ് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബോക്സിൽ ഇട്ടു എന്നാ പറയുന്നത്. ഇനി എന്താ നമ്മളോട് ചോദിച്ചത്? എ സ്ലിപ്പ് ഈസ് ഡ്രോൺ ഫ്രം ഇറ്റ്. അതായത് ഇതിന്നൊരു കടലാസ് കഷ്ണം എടുത്താൽ അല്ലെങ്കിൽ ഒരു സ്ലിപ്സ് എടുത്താൽ എന്തൊക്കെ നമ്മളോട് ചോദിച്ചത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ? അതായത് എടുക്കുന്ന സംഖ്യ എന്താവാല്ല പ്രോബബിലിറ്റി മക്കളെ? പ്രൈം നമ്പർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൈം നമ്പർ. എന്താ പ്രൈം നമ്പർ പറഞ്ഞ? അഭാജ്യ സംഖ്യകൾ എന്നല്ലേ? അപ്പൊ നമുക്ക് നോക്കിയാലോ. ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ടോട്ടൽ നമ്പേഴ്സ് എഴുതണം. അതായത് 1 മുതൽ 10 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട് മക്കളെ? 10 നമ്പേഴ്സ് അല്ലേ? ഇതാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ടോട്ടൽ നമ്പേഴ്സ് എത്ര ഉണ്ട് എഴുതണം. ഇപ്പൊ 1 മുതൽ 100 വരെ എടുക്കാൻ പറഞ്ഞാൽ ആദ്യം ടോട്ടൽ നമ്പേഴ്സ് ഈക്വൽ ടു 100 എന്ന് എഴുതാം. അങ്ങനെ ആദ്യം നമ്മൾ എഴുതി വെക്കണം. അപ്പൊ നമുക്കറിയാം 1 മുതൽ 10 വരെ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 നമ്പേഴ്സ് ഉണ്ട്. അത് നമ്മൾ ആദ്യം എഴുതി വെച്ചു. ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്താ ചോദിച്ചിരിക്കണേ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രൈം നമ്പർ അല്ലേ? അപ്പൊ നമുക്കറിയണം 1 മുതൽ 10 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് മക്കളെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 4 പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 4? അപ്പോ 2, 3, 5, 7 ഈ 4 പ്രൈം നമ്പേഴ്സ്. 1 മുതൽ 10 വരെ 4 പ്രൈം നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക? ടോട്ടൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് മക്കളെ? 4 ഡിവൈഡഡ് ബൈ താഴെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? 1 മുതൽ 10 വരെ എത്ര ടോട്ടൽ നമ്പേഴ്സ് ഉണ്ട്? 10 ആണ്. അപ്പൊ പ്രോബബിലിറ്റി എത്ര കിട്ടും നമുക്ക്? 4/10 എന്ന് കിട്ടും. അതായത് പ്രൈം നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 4/10 എന്ന് കിട്ടും. ഇനി എന്താ നമ്മളോട് അടുത്ത് ചോദിച്ചത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 3? എന്താ മക്കളെ മൾട്ടിപ്പിൾ ഓഫ് 3 പറഞ്ഞാൽ 3ന്റെ ഗുണിതങ്ങൾ ആവാനുള്ള സാധ്യത. അപ്പൊ 3ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 3, 6, 9, 12, 15 ഇതൊക്കെയല്ലേ 3ന്റെ ഗുണിതങ്ങൾ. പക്ഷെ നമുക്ക് ഇതൊക്കെ വേണോ? ഈ 3, 6 മുതൽ 30, 40 അതുവരെ വേണോ? വേണ്ട. നമുക്ക് 1 മുതൽ 10 വരെ 3ന്റെ എത്ര ഗുണിതം ഉണ്ട് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ മക്കളെ ഏതൊക്കെയാണ്? 3, 6, 9 3 അല്ലേ 1 മുതൽ 10 വരെ 3ന്റെ ഗുണിതം. അങ്ങനെയാണെങ്കിൽ കാണാനുള്ള പ്രോബബിലിറ്റി എന്താ വരിക മക്കളെ? 1 മുതൽ 10 വരെ 3 ഉണ്ട്. മൾട്ടിപ്പിൾ ഓഫ് 3 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര നമ്പേഴ്സ് ആണ്? 10 നമ്പേഴ്സ് ആണ്. അപ്പൊ പ്രോബബിലിറ്റി എത്ര കിട്ടും നമുക്ക്? 3/10 എന്ന് കിട്ടും. എന്താ നമ്മളോട് ലാസ്റ്റ് ചോദിച്ചത്? എ സ്ലിപ്പ് നമ്പേർഡ് 11 ഈസ് ആൾസോ പുട്ട് ഇൻ ദ ബോക്സ്. അതായത് 11 എഴുതിയ ഒരു കടലാസ് കഷ്ണം കൂടി ഏതൊക്കെ ഇടുകയാണ്? നമ്മുടെ പെട്ടിക്ക് ഇടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ. അത് ഇട്ട ശേഷം, അതായത് 11 പറഞ്ഞ നമ്പറും കൂടി ഇട്ട ശേഷം എന്ത് കാണാനുള്ള പ്രോബബിലിറ്റി? ഓഡ് നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി ആണ്. അതായത് ഒറ്റ സംഖ്യ ആവാനുള്ള പ്രോബബിലിറ്റി. അങ്ങനെയാണ് മക്കളെ നിങ്ങൾ നോക്ക്. 1 മുതൽ 10 വരെ ഓൾറെഡി ഉണ്ടായിരുന്നത് നമ്മളില്ല. അതിക്ക് 11 പറഞ്ഞൊരു സ്ലിപ്പും കൂടി ഇട്ടു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പേഴ്സ് എത്രയാവും? 11 എന്നാവും. മക്കളെ നിങ്ങൾ തെറ്റിക്കരുത്. ഒരിക്കലും 10 എന്ന് എഴുതരുത്. കാരണം ഒന്നുകൂടി നമ്മൾ ഇത് ആഡ് ചെയ്തില്ല. അങ്ങനെ ടോട്ടൽ നമ്പേഴ്സ് എത്ര വരും? 11. ഇനി 11ൽ എത്ര എന്താന്ന് ചോദിച്ചിരിക്കുന്നത് നമ്മളോട്? ഓഡ് നമ്പേഴ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അതായത് 1 മുതൽ 11 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട് മക്കളെ? 1, 3, 5, 7, 9, 11. എത്ര എണ്ണാണ്? 1, 2, 3, 4, 5, 6 6 ഓഡ് നമ്പേഴ്സ് ഉണ്ട് 1 മുതൽ 11 വരെ. ഡിവൈഡഡ് ബൈ താഴെ നമ്മൾ എന്താ എഴുതുക? 10 എന്നാണോ എഴുതുക? അല്ല. എത്ര നമ്പേഴ്സ് ഉണ്ട് ഇപ്പൊ ടോട്ടല്? 11 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ആൻസർ എത്ര കിട്ടും നമുക്ക്? 6/11 കിട്ടും. അപ്പൊ മക്കളെ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ? എന്താ ക്വസ്റ്റ്യൻ എന്താ നിൽക്കണേ? ഇൻ ദ ഫിഗർ ഓ ഇസ് ദ സെന്റർ. ചിത്രത്തിൽ എന്താണ്? ഓ വൃത്തത്തിന്റെ കേന്ദ്രം തന്നിട്ടുണ്ട്. വേറെ എന്താ തന്നിക്കണേ? ഒ എ ഈസ് ഈക്വൽ ടു എ ബി. ഒ എയും എ ബിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. മക്കളെ ഇനി എന്താ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ആംഗിൾ എ ഒ ബി എത്രയെന്നാണ്? എ ഒ ബി പറഞ്ഞാൽ ഈ ആംഗിൾ അല്ലേ? ആ ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? നമുക്ക് എന്തെങ്കിലും വേറെ ഹിന്റ് തന്നിട്ടുണ്ടോ? ഇവിടെ ഏതെങ്കിലും ആംഗിൾ ഒന്നും തന്നിട്ടില്ലല്ലോ. നമുക്ക് ഒന്നും തരാതെ നമുക്ക് ആംഗിൾ എ ഒ ബി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇതിലൊന്നും തന്നിട്ടില്ല, നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടൂല പറഞ്ഞിരിക്കരുത്. നമുക്ക് തന്ന ഹിന്ദി വെച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കെ. എന്താ നമുക്ക് തന്ന ഹിന്ദി? ഒ എയും എ ബിയും ഈക്വൽ ആണെന്നല്ലേ തന്നെ. ഇത് വെച്ച് എന്താ ചെയ്യാൻ പറ്റും മക്കളെ? നിങ്ങൾ നോക്ക്, ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഒ എയും ഒ ബിയും എന്താണ്? എന്താ മക്കളെ ഇത്? ഈ സർക്കിളിന്റെ റേഡിയസ് അല്ലേ? ഈ വൃത്തത്തിന്റെ ആരങ്ങളല്ലേ? അതായത് അപ്പോ ഒ എയും ഒ ബിയും ഈക്വൽ ആവൂലേ? 2 റേഡിയസ് ഈക്വൽ ആണ്. നമുക്ക് എന്തായാലും അറിയാം. നമ്മൾ ഓൾറെഡി കുറെ ക്വസ്റ്റ്യനിൽ ചെയ്ത് പഠിച്ചതാണ്. അപ്പൊ നമുക്ക് എഴുതാം ഒ എയും ഒ ബിയും ഈക്വൽ ആണെന്ന് എഴുതി കൂടെ? അങ്ങനെയാണ് മക്കളെ നോക്ക്. ഒ എയും ഒ ബിയും ഈക്വൽ ആണ്. ഒ എയും എ ബിയും ഈക്വൽ ആണ്. അങ്ങനെയാണ് ഈ 3 സൈഡും ഈക്വൽ അല്ലേ? 3 സൈഡ് ഈക്വൽ ഉള്ള ട്രയാങ്കിൾ നമ്മൾ എന്താ വിളിക്കും മക്കളെ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കും. അതായത് സമഭുജ ത്രികോണം എന്ന് വിളിക്കും. അപ്പൊ മക്കളെ നമ്മൾ പഠിച്ചു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. എന്താ മക്കളെ? എന്താ പ്രോപ്പർട്ടി ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ? 3 സൈഡ്സ് ഈക്വൽ ആക്കാരം, 3 ആംഗിൾസ് ഈക്വൽ ആക്കാരം, 1 ആംഗിൾ 60 ഡിഗ്രി ആക്കാരം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ആംഗിൾ 60 ഡിഗ്രി എന്ന് എഴുതി കൂടെ? ഈ ആംഗിൾ 60 ആക്കാരം, ഈ ആംഗിൾ 60 ആക്കാരം, ഈ ആംഗിളും 60 ആക്കാരം. അപ്പൊ നമ്മളെ കൺസെപ്റ്റ് പ്രകാരം 3 ആംഗിൾ ഈക്വൽ ആക്കാരം, 3 സൈഡ് ഈക്വൽ ആക്കാരം, ഒരു ആംഗിൾ എത്ര വരും? 60 ഡിഗ്രി എന്ന് വരും.
ആംഗിൾ എ ഒ ബി എത്ര കിട്ടി മക്കളെ? നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടി. എത്രയുള്ളൂ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിനോ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരിക്കലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ മിസ് ചെയ്യരുത്. സിമ്പിൾ എന്തെങ്കിലും ഒരു കൺസെപ്റ്റുകൾ ഉണ്ടാവുക, അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടണം. അങ്ങനെ നമുക്ക് ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ആംഗിൾ എ സി ബി എത്രയെന്നല്ലേ? ആംഗിൾ എ സി ബി പറഞ്ഞ ഈ ആംഗിൾ അല്ലേ? നമ്മൾ പഠിച്ചു സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, കേന്ദ്രകോണിന്റെ പകുതി ആക്കാരം മറുചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അങ്ങനെ ഏത് 60 ആണെങ്കിൽ ഇത് എത്ര വരും മക്കളെ? 60ന്റെ പകുതി 30 ഡിഗ്രി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ സി ബി ഈക്വൽ ടു 60/2 നമുക്ക് എത്ര കിട്ടും? 30 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ മക്കൾ എത്ര ഉള്ളൂ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒന്നും കണ്ടില്ല എഴുതിയിട്ട് ആംഗിൾസ് ഒന്നും തന്നില്ല എഴുതി സ്കിപ്പ് ചെയ്യരുത്. എന്തെങ്കിലും ഒരു ഹിന്റ് ഉണ്ടാവും, നമ്മൾ പഠിച്ച ഹിന്റ് തന്നെ ആക്കാതെ. അപ്പൊ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്കിയ ശേഷം മാത്രം സ്കിപ്പ് ചെയ്യുക. അല്ലാതെ ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നും ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്.